ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് മയക്കത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഐറൂസും മോളും വന്നത്. ഐറൂസിനെ കാണാൻ ഒരുപാട് കൊതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മോളുവിൻ്റെ ഹസ്ബൻഡിന് ജോലി ആവശ്യത്തിന് എന്തോ ആയിട്ട് ഈ വഴി പോയപ്പോൾ പിന്നാലെ കൂടിയതായിട്ടോള് ഇനി മടങ്ങി പോകുമ്പോൾ അവളെയും കൊണ്ട് പോകുന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും കുറച്ച് നേരത്തിനായാലും നമുക്ക് ഐറൂസിനെ കിട്ടില്ല, ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ കേട്ടോ. ഇന്നാണെങ്കിൽ നീനൂട്ടിയും വരുന്നുണ്ട്. നീനു ആണെങ്കിൽ ഈ ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടായ ശേഷം ഐറൂസിനെ ശരിക്കും എടുത്തിട്ടില്ല കേട്ടോ. അവൾ വരുന്നവരെങ്കിലും വന്ന് നിന്നാൽ മതി. നീനൊന്ന് വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നാളെ മഞ്ചേരിക്ക് പോയാലോ എന്നൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മോളൂനോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു ഞാനും പോരുന്നുണ്ട് എന്ന്. അങ്ങനെ മോളൊരു ഹസ്ബൻഡ് പിന്നെ അവിടെ വന്ന് പിക്ക് ചെയ്തോളാം, മഞ്ചേരി വന്നിട്ട് അവളെ പിക്ക് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ നീനുട്ടിക്ക് ഡ്യൂട്ടി ഒരു 4:30 വരെയൊക്കെ ആയിരുന്നു കേട്ടോ. അവളൊക്കെ ബസ്സൊക്കെ കയറി ഇവിടുത്തെ 8 മണിയായിട്ടുണ്ട്, എത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇതാ ഓളെ നീനുവിനെ പിക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നാലെ ഒരു നീല ഷർട്ട് ഇങ്ങനെ നടന്ന് വരുന്നത് കണ്ടത് നുജൂമാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് നുജൂമിൻ്റെ കൂടെയാണ്. ഓൻ എന്തായാലും ഇതിലൂടെ ഇങ്ങനെ പോകില്ല, അപ്പം ഞങ്ങൾ പോരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. പിന്നെ ഒരു ചടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ 4-5 ആൾക്കാർ ഇങ്ങോട്ട് ഒക്കെ റെഡി ആയി ഇങ്ങോട്ട് ഇറങ്ങണ്ടേ. ഇറങ്ങി ആയപ്പോഴേക്കും ഇങ്ങോട്ട് ഒരു നേരമായി എന്നൊക്കെ പറയാം. എന്നാലും ഞങ്ങൾ രാത്രി നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ചില്ല് മൂഡിലാണ് കേട്ടോ മഞ്ചേരിക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ നീലു ഞങ്ങളെങ്ങനെ കണ്ട് വെയിറ്റ് ചെയ്ത് നെട്ടിങ്ങനെ നിൽക്കുകയാണ്. കാരണം ഓൻ്റെ അപ്പച്ചീൻ്റെ കൂടെ ഇതിപ്പോൾ ആരൊക്കെയാണ് വന്നത് എന്നുള്ള നോട്ടാണ് ഓൻ നോക്കുന്നത്. ഓൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടുന്നതും വരുന്നതൊക്കെ കേട്ടോ. പാവമാണ്, ഭയങ്കര എന്താ പറയുക, നമ്മൾ ഫാമിലിയൊക്കെ എല്ലാവരും കൂടി കൂടുന്നതൊക്കെ ഓന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും വന്നതല്ലേ. ഇപ്പോൾ ഈ ചർച്ച എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഉള്ളതല്ലേ, എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയാലോ എന്നുള്ള ചർച്ചയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഗ് ഡയറ്റാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും കഴിക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ എപ്പം ഇമ്മക്ക് എന്നെ ചീത്ത അറിഞ്ഞിട്ട് കേട്ടോ. മുഖമൊക്കെ ആകെ ക്ഷീണിച്ചിട്ട് എഗ് ഡയറ്റ് ഒന്നും നിർത്തിയുള്ള സാധാ ഡയറ്റ് മതി, മുഖമൊക്കെ പറ്റ ക്ഷീണിച്ചിരുന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കഴിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നു. പക്ഷേ എന്താ പറയുക, ബ്രോസ്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റ് ഇങ്ങോട്ട് വന്ന് പെട്ടിങ്ങനെ തുറന്നപ്പോൾ ഭയങ്കരമാണ്. അതിൻ്റെ മൂക്കിലടിച്ചപ്പോൾ എൻ്റെ എല്ലാ കൺട്രോളിൽ പോയി. അങ്ങനെ ഞാനൊരു വലിയൊരു ലഗ് പീസ് തന്നെ എടുത്ത് മയോണൈസിലൊക്കെ ഊത്തി കഴിച്ചിട്ടുണ്ട്. ആകെ ഒരു ജീവിതത്തിലുള്ള ഡയറ്റ് പിന്നെയും ചെയ്യല്ലോ, നമുക്ക് ഫുഡാണ് മുഖ്യം. അപ്പോൾ എന്തായാലും ഞാൻ അത് 2 പീസ് കഴിച്ച് പിന്നെ ഒരു മാമാങ്കായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ വീട്ടിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഫിലിമൊക്കെ വെച്ചു, ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചു. പിന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഭയങ്കര ഉറക്കം വരും അത് കണ്ടിട്ട്. എല്ലാവരും ഒരു ശോകമുഖ അവസ്ഥയിലായിരുന്നു. പിന്നെ മോളുൻ്റെ ഹസ്ബൻഡ് പിന്നെ ഒരു രാത്രി മോളുവിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു കേട്ടോ. രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു പുലർച്ചെ സമയം തന്നെ കാണിച്ചുതരാം. 3:30 ആയിട്ട്, 3:30 വൈകുന്നേരമല്ല, രാവിലെ പുലർച്ചെ 3:30ക്കാണ് മോളുവിനെ വന്ന് കൊണ്ടുപോയത്. അതിനുശേഷം കേട്ടോ ഞാനൊന്ന് കയറുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ, ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.